തൂകുന്ന സ്നേഹവും നീകുന്ന ജീവനും പറയാൻ വയ്യത്രമേൽ സുന്ദരം. കുടുംബഗീതത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കുടുംബഗീതത്തിലൂടെ നാം എത്തിച്ചേരുന്നത് മാർത്തോമാ സഭയുടെ സീനിയർ വികാരി ജനറലായ റവറൻഡ് AC കുര്യൻ അച്ഛൻ്റെ ഭവനത്തിലേക്കാണ്. അച്ഛൻ്റെ കുടുംബവിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ബഹുമാനപ്പെട്ട അച്ഛനും കൊച്ചമ്മയ്ക്കും കുടുംബഗീതത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു നല്ല ശുശ്രൂഷകൻ്റെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടായിരിക്കും. കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ കാണാം. അപ്പോൾ അച്ഛൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? മാതാപിതാക്കളെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച് എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഞാൻ ജനിച്ച് വളർന്നത് കൊട്ടാരക്കര കിഴക്കേത്തിരു എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. മാർത്തോമ്മ ഒരു കുടുംബത്തിലാണ് ജനിച്ച് വളർന്നത്. എൻ്റെ മാതാപിതാക്കൾ വളരെ റിലീജിയസ് ആയിട്ടുള്ള ആളുകളും കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവരുമായിരുന്നു. കൊട്ടാരക്കര പട്ടമല മാർത്തോമ്മ പള്ളിയിലായിരുന്നു ഞങ്ങളുടെ അംഗത്വം. അപ്പോൾ കുടുംബത്തിൽ തന്നെ വളരെയധികം ആത്മീയമായിട്ടുള്ള പ്രചോദനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ ദൈവീകാര്യങ്ങളും ഇടവകയുടെ കാര്യങ്ങളിൽ ഒക്കെ വളരെ വ്യാപൃതരായിരുന്നു. കുടുംബ പ്രാർത്ഥന ക്രമമായിട്ട് നടത്തുന്നവരും പള്ളിക്കാര്യങ്ങളിലൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ആക്റ്റീവായിരുന്നു. അപ്പോൾ ചെറുപ്പകാലത്തിൽ തന്നെ നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ലഭിച്ചിരുന്നു. തീർച്ചയായിട്ടും. പിന്നീട് വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ? വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ഞങ്ങളുടെ ഗ്രാമത്തിലെ ചെറിയ ഒരു മിഷൻ പള്ളിക്കൂടത്തിലാണ്. CMS പള്ളിയും പള്ളിക്കൂടും അന്ന് അതേ ഉള്ളായിരുന്നു അവിടെ. അപ്പോഴവിടെയാണ് ആരംഭിക്കുന്നത്. അവിടെ ചില ആത്മീയമായിട്ടുള്ള പ്രചോദനങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം 5ാം ക്ലാസ് തൊട്ട് 10 വരെ കൊട്ടാരക്കര ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റിന് പഠിക്കാനായിട്ട് തിരുവല്ല മാർത്തോമാ കോളേജിൽ 1954 വന്നു. അതിനുശേഷമാണ് ഒരുപാട് ചേഞ്ചസ് ജീവിതത്തിലുണ്ടാകുന്നത്. ചെറുപ്പകാലത്ത് തന്നെ സഭാകാര്യങ്ങളിലും അതുപോലെ ആത്മീയ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നു. കുടുംബമായിട്ട് ഞങ്ങളെല്ലാം സൺഡേ സ്കൂള്, യുവജന സഖ്യം, ആരാധന, ഇതിലെല്ലാം ഞങ്ങൾ കുട്ടിക്കാലത്ത് മാതാപിതാക്കളോട് ഒരുമിച്ച് ബന്ധപ്പെടുകയും ഓരോ പ്രായമനുസരിച്ച് അതിനനുസരിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഭാരവാഹിത്വങ്ങൾ എന്തെങ്കിലും? സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഒരു യുവജന സഖ്യത്തിൽ പള്ളിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രമമായിട്ടുള്ള ഒരു പരിചരണങ്ങൾ അവിടെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞല്ലോ ഇൻ്റർമീഡിയറ്റ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവിടെയാണ് ചേഞ്ചസ് വരുന്നത്. എന്തൊക്കെയായിരുന്നു ആ മാറ്റങ്ങൾ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കണക്കിന് വലിയ മിടുക്കനായിരുന്നു. ആർട്സ് സബ്ജക്റ്റിന് അത്രയും പോരാ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് SLC പാസ്സായി നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇൻ്റർമീഡിയറ്റിന് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത്, അതായത് സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ട് എൻജിനീയറിങ്ങിന് പോകാം എന്നുള്ള താല്പര്യമായിരുന്നു. ആ താല്പര്യത്തിലാണ് തിരുവല്ലയിലെ മാർത്തോമ്മ കോളേജിൽ ചേരുകയും അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയും ചെയ്തു. അതെൻ്റെ വലിയൊരു ചേഞ്ചിൻ്റെ കാലഘട്ടം. അതിലെ 1ാം വർഷം അവധി സമയത്ത് മാർത്തോമ്മ സ്റ്റുഡൻസ് കോൺഫറൻസ് പ്രസ്ഥാനമാണ്. അതിൻ്റെ ക്യാമ്പിന് പോയ സമയത്ത് അവിടെ വെച്ച് ഞങ്ങളുടെ സഭയിലെ ഒരു തിരുമേനി തോമസ് മാർ അത്തനേഷ്യസ് തിരുമേനി, അദ്ദേഹം ഇന്നില്ല, കാലം ചെയ്തു. അദ്ദേഹം വലിയ ഒരു ശക്തമായിട്ടൊരു പ്രസംഗം ചെയ്തു. യെശയ്യാവ് 5-6 അധ്യായത്തെ ബേസ് ചെയ്തു. അതിൻ്റെ ഒടുവിൽ സഭാ ശുശ്രൂഷയ്ക്ക് ആളുകളെ ആവശ്യമാണ്. അന്നൊക്കെ വളരെ ചുരുക്കം പേരെ അതിന് വരുള്ളൂ. ആ ആഹ്വാനം എന്നെ വളരെ ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ കരുണയാൽ മുന്നോട്ട് പോയി മുട്ടുകുത്തി തിരുമേനി എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അതൊരു യാദൃച്ഛിക സംഭവമായിട്ട് അന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ ദൈവത്തിൻ്റെ വലിയ നടത്തിപ്പായിരുന്നു. അതാണ്
ഈ ശുശ്രൂഷയിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു പ്രതിഷ്ഠ. അവിടെ വെച്ച് അല്ലാതെ കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്തൊക്കെ താല്പര്യങ്ങളുണ്ടായിരുന്നു, നല്ല പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരണമെന്ന് താല്പര്യമില്ല, അങ്ങനെയുള്ള താല്പര്യമില്ലായിരുന്നു. സഹോദരങ്ങളാരെങ്കിലും ആത്മീയമായിട്ട് ജീവിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഉള്ളൂ. ഈ ഫീൽഡിലേക്ക് വരണമെന്നുള്ള ആദ്യ തീരുമാനം അന്നേരമാണ് എടുക്കുന്നത്. അതിനുശേഷം പിന്നീട് അതിനുശേഷം അതിനുവേണ്ടിയൊക്കെ ഒരുങ്ങുന്ന സമയങ്ങളായിരുന്നു. പഠനം എവിടെയായിരുന്നു? പഠനം ഒരിടത്തുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായി. 2ാമത്തെ വർഷം ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഒരു ദിവസം മയങ്ങി വീണു. അത് പിന്നീട് പല പ്രാവശ്യം വന്ന് ചൊല്ലിദീനമായി തോന്നി, എപ്പിലെപ്റ്റിക്. അങ്ങനെ 2.5 വർഷം ഞാൻ വളരെ വിഷമിച്ചു. അന്ന് എൻ്റെ പഠിത്തമെല്ലാം പോയി, ഇൻ്റർമീഡിയറ്റിനെല്ലാം ഞാൻ തോറ്റു, വളരെ വിഷമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ നിരാശനായിട്ട് കഴിയുന്ന ഒരു സമയത്ത്, വളരെ ഡെസ്പറേറ്റായിട്ട് കഴിയുന്ന ഒരു ദിവസം എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ 2 കൊരിന്ത്യർ 12-ാം അധ്യായം വായിച്ചു. അതിലെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ഒരു ദീനം, അദ്ദേഹം പറയുന്നത് ഒരു ജഡത്തിൽ കൊടുത്തിരിക്കുന്ന ശൂലം, ഒരു മുള്ള, അതിനുവേണ്ടി അദ്ദേഹം പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ദൈവം സൗഖ്യം കൊടുക്കുന്നില്ല. പക്ഷേ ദൈവം അവനൊരു ഉത്തരം കൊടുത്തു, എൻ്റെ കൃപ നിനക്ക് മതി. 2 കൊരിന്ത്യർ 12:9. ആ ഭാഗം വന്നപ്പോൾ ഞാൻ നിർത്തി, വളരെ നിരാശനായിട്ട് ദൈവത്തോട് പറയും, ദൈവമേ, ഒന്നുകിൽ എനിക്ക് സൗഖ്യം തന്നാണ്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ജീവിക്കുകയോ അല്ലെ എവിടെയെങ്കിലും വെള്ളത്തിലോ തീയിലോ വീണ് മരിക്കുകയോ ചെയ്യും. മരുന്ന് കഴിച്ചിട്ട് പ്രയോജനമില്ല. അതിനുശേഷം ഞാൻ എൻ്റെ മാതാപിതാക്കൾ പോലും അറിയാതെ എൻ്റെ കയ്യിലിരുന്ന മരുന്ന് എടുത്തു കളഞ്ഞു. അതിനുശേഷം അത് 1957 ഇന്ന് നിങ്ങളോട് ഈ സംസാരിക്കുന്ന നിമിഷം വരെ എനിക്ക് ആ രോഗത്തിൻ്റെ ഒരു ലക്ഷണം പോലും ഉണ്ടായിട്ടില്ല. അതൊരു വലിയ അനുഭവമായിരുന്നു. ദ മിറക്കിൾ ക്യൂർ ഇൻ മൈ ലൈഫ്. അതുകൊണ്ട് ഫെയ്ത്ത് ഹീലിങ്ങിനെ കുറിച്ച് എനിക്ക് വിശ്വാസമുണ്ട്, അനുഭവമുണ്ട്. പക്ഷേ ഫെയ്ത്ത് ഹീലിംഗ് ഒരു കച്ചവടച്ചരക്കാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് എൻ്റെ ഒരു ആ അനുഭവമായിരുന്നു ജീവിതത്തിൽ വഴിത്തിരിവായി. നേരത്തെ ആയി, പക്ഷേ ഈ അനുഭവം വളരെ ശക്തിപ്പെടുത്തി. ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി തരുന്ന അനുഭവമാണ്. 54 വർഷമായിട്ട് ഞാൻ ആ രോഗത്തിൻ്റെ ഒരു ലക്ഷണം പോലും എനിക്കുണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ 74 വയസ്സായി. അതെൻ്റെ 19ാമത്തെ വയസ്സിലായിരുന്നു. പിന്നീട് ഞാൻ ഇൻ്റർമീഡിയറ്റ് എഴുതി പാസ്സായി. അന്ന് വേണമെങ്കിലും എഞ്ചിനീയറിങ്ങിന് പോകാമായിരുന്നു, പിന്നെ അതിന് പോയില്ല. പിന്നെ ഈ കോളേജിൽ നിന്നും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ് പോയി പഠിച്ചു. അവിടെ 2-3 വർഷം പഠിച്ചു. അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഐ വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് 12 ഇൻ ദ കോളേജ്. എന്നിട്ട് ആണ് ഈ വൈദിക പഠനത്തിന് പോകുന്നു. സഭയിൽ നിന്ന് നിയോഗിച്ചനുസരിച്ച് ജബൽപൂരിലാണ് വൈദിക പഠനം നടത്തിയത്. അതിനുശേഷം 1964 സഭയുടെ ഒരു പട്ടക്കാരനായിട്ട് ഞാൻ ശുശ്രൂഷ ആരംഭിച്ചു. 1964. ഇതാണ് എൻ്റെ ഈ ആദ്യകാലത്തുള്ള യൗവനകാലം വരെയുള്ള ജീവിതാനുഭവങ്ങൾ. പട്ടത്തെ ലഭിച്ചതിന് ശേഷം ആണോ വിവാഹിതനായി തീർന്നത്? അതെ അതെ. അതിനുശേഷം 2 വർഷം കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. അപ്പോഴെവിടെയായിരുന്നു പോസ്റ്റിംഗ്? ഫസ്റ്റ് പോസ്റ്റിംഗ് ശുശ്രൂഷയിൽ? അപ്പോൾ ഈ പഠിച്ചതൊക്കെ ഈ കോയറ്റ് കോളേജിലൊക്കെയാണ് പഠിച്ചത്, എല്ലായിടത്തും, സ്കൂളിലും കോളേജിലും എല്ലാം. അന്നൊന്നും ആരുടെയും വലയിലും ചെന്ന് വീഴാതെ രക്ഷപ്പെട്ടു. അതിന് അച്ഛനായി കഴിഞ്ഞ ശേഷം 2 വർഷം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചത് ഇതാണ്, എൻ്റെ വർക്കിന് സഹായകരമായിട്ടൊരു പാർട്ട്ണറെ ദൈവം തരണം. എൻ്റെ ആദ്യത്തെ പോസ്റ്റിങ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ രവിവർമ്മ അഗതി മന്ദിരം, അതിൻ്റെ ചുമതല. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ചുറ്റുപാടുള്ള 5 ചെറിയ പള്ളികൾ, ഷൊർണൂർ, വരാക്കര, താണിപ്പാടം, പീച്ചി, വടക്കഞ്ചേരി, ഈ പള്ളികളിലായിരുന്നു ആദ്യ ശുശ്രൂഷ. വളരെ ശ്രമകരമായിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു, വളരെയധികം കഷ്ടപ്പെട്ടൊരു പ്രവർത്തനമായിരുന്നു അവിടെ. പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ പിന്നെയും പുതിയ പുതിയ അനുഭവങ്ങളും വഴിത്തിരിവുകളും ഉണ്ടാക്കിയ സ്ഥലമാണ്. 2ാമത്തെ വർഷമാണ് വിവാഹം കഴിക്കാൻ ഞാൻ. എൻ്റെ വൈഫിൻ്റെ വീട് വടശ്ശേരിക്കരയാണ്, സൂസമ്മ എന്നാണ് പേര്. അങ്ങനെ ദൈവകൃപയാൽ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചു. ഈ 2 വർഷം പ്രാർത്ഥിച്ചു, ദൈവം ഒരാളെ തന്നു. ജീവിതത്തിലെ ഫോർമലായിട്ടൊരു ആലോചന നടന്ന ഇത് മാത്രമേ ഉള്ളൂ. അന്ന് പോയി കണ്ടു, ഒരാളെ മാത്രമേ ഞാൻ ഒരു വിവാഹത്തിനായിട്ട് കണ്ടിട്ടുള്ളൂ, കല്യാണം കഴിക്കുകയും ചെയ്തു.
പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ രീതിയിലായിരുന്നു ഞങ്ങളുടെ വിവാഹം. വിവാഹത്തിന് മുമ്പ് നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഇല്ല, കണ്ടിട്ടില്ല, അറിയത്തില്ലായിരുന്നു, കുടുംബങ്ങളും അറിയില്ലായിരുന്നു. ആലോചന വന്നു, പോയി കണ്ടു. അപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെ പേർക്ക് പറഞ്ഞ് എഴുത്തെഴുതി, ഇന്ന ഇന്ന കാര്യങ്ങളാണ്, അന്ന് എനിക്ക് ശമ്പളം ഇത്രയാണ്, സാഹചര്യം ഇത്രയാണ്, അങ്ങനെയുള്ള ഒരു പട്ടക്കാരൻ്റെ കൂടെ വരാൻ ഒക്കുന്നുണ്ടെങ്കിൽ സമ്മതിക്കുക, ഇല്ലെങ്കിൽ വേണ്ടാന്ന് എഴുതി. പക്ഷേ എഗ്രി. അങ്ങനെയാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത്. അത് കണ്ടതിന് ശേഷം എഴുതിയതാണ്. അത് 1966 ഞങ്ങൾ കല്യാണം കഴിച്ചു. അതാണ് ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ആരംഭം. ഈ മന്ദിരത്തിൽ താമസിച്ച സമയം വളരെയധികം അനുഭവങ്ങളുണ്ട്. പ്രധാനമായിട്ട് അഗതി മന്ദിരത്തിൽ താമസിക്കുന്ന ഒരു 50 ആളുകൾ കാണും. അതിലേകദേശം പകുതി ആളുകൾ പുരുഷന്മാരാണ്. അന്ന് അവരെ എല്ലാവിധത്തിലും ശുശ്രൂഷിക്കുന്ന ചുമതല എനിക്കായിരുന്നു. ഞാൻ അതിൻ്റെ സൂപ്രണ്ടാണ്, പക്ഷേ വേറെ ആരുമില്ല സഹായിക്കാൻ. തനിച്ചായിരുന്നു. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ആളുണ്ട്, എന്നാൽ അവരെ കുളിപ്പിക്കുക, നോക്കുക, ഇങ്ങനെയൊക്കെയുള്ള രാത്രി കാലങ്ങൾ അവരുടെ ഇതെനിക്ക് വളരെ പ്രയാസമായിരുന്നു. ആദ്യം വലിയ വിഷമമായിരുന്നു. എന്നാൽ ഒരു ദിവസം രാത്രി ഒരപ്പച്ചനെ വളരെയധികം, ഞാൻ ഇടയിൽ പോയിട്ട് വന്ന് കഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ രാത്രി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, പിന്നെ ചെല്ലുമ്പോൾ എന്തിനാ വന്നും പണ്ട് വഴക്ക് പറയും. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് വലിയ വിഷമം തോന്നി. അപ്പോൾ രാത്രി 1 മണിക്ക് ഞാൻ കിടന്നും കരഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ അന്നേരം വന്നു, ഇത് നിൻ്റെ അപ്പനായിരുന്നു, നീ എന്ത് ചെയ്യുമായിരുന്നു? അത് മുഴുവൻ മാറ്റിമറിച്ചു. എൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ മാറ്റിമറിച്ചു. ഞാൻ പിന്നെ അവരെ ശുശ്രൂഷിക്കുന്നത് വലിയ സന്തോഷമായിട്ട് കാണുന്നു. പിന്നീട് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൻ്റെ സൂപ്രണ്ടായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളിൽ ഈ പ്രവർത്തനങ്ങളിൽ സാധുക്കളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ വേറെയും പലയിടത്തും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് എൻ്റെ പൊതു മിനിസ്ട്രിയിൽ ഇടയ്ക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഞങ്ങളുടെ ആദ്യകാലത്തെ അനുഭവം. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ അനുഭവങ്ങളുമൊക്കെ കേട്ടറിഞ്ഞു. ഇനി നമുക്ക് കൊച്ചമ്മയുടെ വിശേഷങ്ങൾ കൂടി ചോദിച്ചറിയാം. കൊച്ചമ്മയുടെ സ്വദേശം എവിടെയാണ്? വടശ്ശേരിക്കര. തൃശ്ശൂർ ജില്ലയിൽ വടശ്ശേരിക്കര. ജനിച്ചത് വളർത്തപ്പെട്ടതൊക്കെ അവിടെ തന്നെയായിരുന്നു? പഠിച്ചതും അവിടെ തന്നെയായിരുന്നു. ഈ ചെറുപ്പ കാലത്ത് തന്നെ എങ്ങനെയാണ് സഭാപ്രവർത്തനങ്ങളും? താല്പര്യമായിരുന്നു. പങ്കെടുത്തു. ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു പള്ളിയെ. വീട്ടിൽ നിന്നാൽ കാണാൻ പള്ളി. അതുകൊണ്ട് പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരുന്നു, ഇടപെടുകയും ചെയ്യുമായിരുന്നു. ഈ സുവിശേഷ സേവിക സംഘത്തിലൊക്കെ പങ്കെടുത്തിരുന്നു? സേവിക സംഘത്തിൽ അത് ഒന്നുകൂടെ പ്രായമായിട്ടാണ് സേവിക സംഘത്തിൻ്റെ. ആദ്യം സൺഡേ സ്കൂള്, യൂത്ത് ലീഗ്, ഇതൊക്കെയാണ്. സൺഡേ സ്കൂൾ ടീച്ചറായിട്ടിരുന്നിട്ടുണ്ട്, യുവജന സഖ്യത്തിന് ഇരുന്നിട്ടുണ്ട്. സേവിക സംഘത്തിന് ഒന്നുകൂടെ പ്രായമായതിന് ശേഷമാണ് സേവിക സംഘത്തിലൊക്കെ. പിന്നെ പഠനശേഷമായിരുന്നു വിവാഹം അല്ലേ? വിവാഹം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ ഒരു പുരോഹിതൻ്റെ ഭാര്യയായിട്ട് തീരുന്നു എന്നെങ്കിലും ഒരിക്കൽ? തീരുമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ എന്നെ സമർപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ച എത്രയൊക്കെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എൻ്റെ ഭർത്താവായിട്ട് വരുന്നത്, അല്ലാതുള്ള അല്ല. അത് ഞാൻ എൻ്റെ മദറിനോട് പറഞ്ഞു. അത് അനുസരിച്ച് അവർ അച്ഛന്മാരെ അന്വേഷിച്ച്, അങ്ങനെ അച്ഛന്മാരെ അന്വേഷിച്ചപ്പോഴാണ് ഈ കല്യാണാലോചന വന്നത്. അപ്പോൾ വിവാഹത്തിന് ശേഷവും അച്ഛൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു നല്ല പങ്കാളിയായിട്ട് കൊച്ചമ്മ ശ്രമിച്ചിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പാണോ വിവാഹത്തിന് ശേഷമാണോ സുവിശേഷ മേഖലയിൽ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചത്? വിവാഹത്തിന് ശേഷമാണ്. അത്രയും സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ഓക്കെ. പിന്നെ മക്കളെക്കുറിച്ച്? മൂത്തത് മോള് നിർമ്മല, അവിടെ ഹസ്ബൻഡ് സാനു, അവർക്കൊരു മോനെ വിവേക്. രണ്ടാമത്തേത് വിനോദ്, ഭാര്യ സൂസൻ, അവർക്ക് 2 കുഞ്ഞുങ്ങൾ.
നിഖില് നിതാര, മൂന്നാമത്തത് അനില, ഹസ്ബൻഡ് മനോജ്, 2 കുഞ്ഞുങ്ങൾ, രൂപന്, ബെഞ്ചമിന്. ഒരമ്മ എന്ന നിലയിൽ മക്കളുടെ വളർച്ചയിൽ ആത്മീകമായിട്ട് അവരെ വളർത്തുന്നതിൽ എത്രമാത്രം പങ്കുവഹിച്ചിട്ടുണ്ട്? വളരെ പ്രാർത്ഥനയിൽ എപ്പോഴും കുഞ്ഞുങ്ങളെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കൂടാതെ പള്ളി ഓരോ കാര്യങ്ങളിലും അവരെ മുൻപോട്ട് വിട്ട്. കുട്ടികളും ചെറുപ്പത്തിൽ തന്നെ സഭാപ്രവർത്തനങ്ങളിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കുമായിരുന്നു. പള്ളിയുടെ എല്ലാ കാര്യങ്ങൾക്കും ആത്മീകമായി നല്ല രീതിയിൽ തന്നെയാണ് അവർ വളർന്നത്. ആ ചുറ്റുപാടായിരുന്നു. അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് അവരെ വളർത്തിയത്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ ആ ഒരു രീതിയിൽ അവർ വളർന്നു വന്നു. ഇപ്പോൾ മക്കൾ ആരും തന്നെ അടുത്തില്ല. അതിലൊരു ചെറിയ വിഷമം തോന്നുന്നുണ്ട്? നല്ല വിഷമമുണ്ട്. ഉണ്ട്, ചെറിയ വിഷമമല്ല, നല്ല വിഷമമുണ്ട്. പിന്നെ ഒരു മോള് ട്രിവാൻഡ്രത്തുള്ളതിൻ്റെ ആശ്വാസമുണ്ട്. നമുക്ക് അച്ഛനിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അച്ഛൻ ഇപ്പോൾ ശുശ്രൂഷയിലായിട്ട് എത്ര വർഷമായി? ഇപ്പോൾ ഞാൻ ശുശ്രൂഷയിലായിട്ട് 47 വർഷം കഴിഞ്ഞു. 47 വർഷങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഏതൊക്കെ ഇടവകളിലാണ് അച്ഛൻ്റെ പ്രവർത്തനം? ഞാൻ ഒരുപാട് ഇടവുകളിൽ ഇരുന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഇടവുകളിലിരുന്ന അവസരങ്ങളുണ്ട്, പാർട്ട് ടൈമായിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 40 ഇടവുകളിൽ വികാരിയായിരുന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനങ്ങൾ, ഭാരവാഹിത്വങ്ങൾ എന്തെങ്കിലും വഹിച്ചിരുന്നോ? ഉണ്ട്. ഏതൊക്കെ? ഞാൻ ഇടവക വികാരിയായിരുന്ന ഇടവുകളുണ്ട്. പിന്നെ മിഷനറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ആൻഡമൻസ് മിഷനറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടം. എൻ്റെ ആദ്യകാലം ആൻഡമൻസിലെ പ്രവർത്തനങ്ങളുടെ ആദ്യകാലത്തായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പോയി അവിടെ താമസിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. അത് 1967 തൊട്ട് 69 തൊട്ട് 72 വരെ. പിന്നീട് പൊതു ചുമതലകളിലെന്ന് പറഞ്ഞാൽ മന്ദിരത്തിൻ്റെ സൂപ്രണ്ടായിട്ട് നിന്നിട്ടുണ്ട്. സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ കറസ്പോണ്ടൻസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. അത് ഏകദേശം 6 വർഷത്തോളം 5 വർഷം പ്രവർത്തിച്ചു. അത് സുവിശേഷ പ്രസംഗ സംഘമാണ് മാരാമൺ കൺവെൻഷൻ്റെയൊക്കെ ചുമതലയുള്ളത്. അതൊരു വലിയ അനുഭവമായിരുന്നു. 76 തൊട്ട് 77 ജീവിതത്തിലൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനെ തുടർന്ന് തിരുവനന്തപുരത്തുള്ള മാർത്തോമ സ്റ്റഡി സെൻറ്റർ, യുഹാനൻ മാർത്തോമ സ്റ്റഡി സെൻറ്ററിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അവിടെ പ്രവർത്തിച്ചു. അത് ഡെവലപ്പ് ചെയ്യാനൊക്കെ വളരെ സഹായിച്ചു. എൻ്റെ ആദ്യ സ്റ്റേജായിരുന്നു, ഇനീഷ്യൽ സ്റ്റേജിലായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് സഭയുടെ ഫണ്ട് കളക്ഷൻ അതിൻ്റെ ചുമതലയായിരുന്നു. തുടർന്ന് സഭയുടെ സെക്രട്ടറി ആയിട്ട് 6 വർഷം പ്രവർത്തിച്ചു. ഇതിനിടയിൽ സഭയുടെ ഈ ഭവനദാന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് മറ്റു പല കമ്മീഷൻ്റെ കൺവീനറായിട്ടൊക്കെ സഭയിലെ എല്ലാ പ്രധാനപ്പെട്ട കമ്മിറ്റികളുടെയും പ്രവർത്തിച്ചിട്ടുണ്ട്. സഭാ കൗൺസിൽ, സഭ എപ്പിസ്കോപ്പൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അതിൻ്റെ സെക്രട്ടറി, വൈദിക അച്ഛന്മാരെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി സെക്രട്ടറി ആയിട്ട്, കോളേജുകളുടെ ബോർഡിൽ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് എക്യുമെനിക്കൽ രംഗങ്ങളിൽ ബാംഗ്ലൂരിലെ എക്യുമെനിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബോർഡിൽ പല പൊതുരംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ എക്യുമെനിക്കൽ കോൺഫറൻസുകൾക്ക് ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇതുപോലൊരു സാഹചര്യം ആയിരുന്നില്ല അന്ന്, വളരെ വർഷങ്ങൾക്ക് മുൻപാണ്. പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷ രംഗത്തൊക്കെ ഒരുപാട് പ്രതികൂലങ്ങൾ അച്ഛന് നേരിട്ടിട്ടുണ്ടാവും. ആ കാലഘട്ടത്തിൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. ഇന്നത്തെ ഭൗതിക സാഹചര്യങ്ങളിൽ ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല, ശമ്പളം വളരെ കുറവാണ്. ഞാൻ ആരംഭിക്കുന്നത് 67 രൂപ ശമ്പളത്തിലാണ്. അതും 5 പള്ളികളിൽ നിന്ന്, ഒരു പള്ളിയിൽ നിന്ന് 15 രൂപ കിട്ടും, മറ്റ് 3 മൂന്നിടത്ത് നിന്ന് 8 രൂപ വെച്ച്
ഒരിടത്തുനിന്ന് 5 രൂപ വെച്ച്. അത് ചിലയിടത്ത് കിട്ടുകയില്ല, ഒരിടത്ത് കിട്ടുകയില്ല, അവർ പാവങ്ങളാണ്, മറ്റിടത്തെ അവർ കൊള്ളപ്പൊഞ്ഞി തരും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ആ കാലഘട്ടം. നല്ല പാഴ്സണേജ് ഒന്നുമില്ല, ചെറിയ പാഴ്സണേജ്. അതുപോലെ ആൻഡമൻസിൽ പോകുന്നു, അവിടെയും ട്രാവലിംഗ് സൗകര്യങ്ങളൊന്നുമില്ല. പോർട്ട് ബ്ലെയറിൽ താമസിച്ചുകൊണ്ട് 12 ദിവസം വടക്കോട്ട് യാത്ര ചെയ്യണം, 12 ദിവസം തെക്കോട്ട് യാത്ര ചെയ്യണം, ബോട്ടിലൊക്കെ പോകുന്നത്. കമ്മ്യൂണിക്കേഷനൊന്നുമില്ല, ഒന്നും വീട്ടിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള യാതൊരുവിധ സംവിധാനമില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ഒരു വളരെ ഹൃദ്യമായിട്ടുള്ള അനുഭവങ്ങളായിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു. ഭൗതിക സാഹചര്യങ്ങളിൽ പ്രയാസമുണ്ടെങ്കിലും ആളുകളുടെ സ്നേഹവും കരുതലും ഇന്നത്തെക്കാട്ടിലും വളരെ വലുതാണ്. സാമ്പത്തികമായിട്ടല്ല, പക്ഷേ വളരെയധികം അനുഭവങ്ങൾ ഒരുപാട് വളരെ സന്തോഷമാണ്. അങ്ങനെയുള്ള ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ കൊച്ചമ്മയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഈ ഫീൽഡിൽ വരണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ല? എപ്പോഴും അച്ഛനോടൊപ്പം കൈത്താങ്കൽ കൊടുത്ത് നിന്നിട്ടുണ്ട്. മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതേ രീതിയിലുള്ള ഏതെങ്കിലും അവർ അതിൻ്റെ കൂട്ടത്തിലേക്ക് വളർന്നു. പ്രതികൂലങ്ങളിൽ അവരും വളർന്നു, അവർ പഠിച്ചു, നല്ലപോലെ പഠിച്ചു. സൂസി അവരുടെ കാര്യങ്ങൾ വളരെ, ഞാൻ ഒത്തിരി ജോലിയിലോടി നടക്കുമ്പോഴും ഷീ ലുക്സ് ആഫ്റ്റർ ദ ഫാമിലി ആൻഡ് ചിൽഡ്രൻ. നല്ല ഭംഗിയായിട്ട് അവരുടെ കാര്യങ്ങൾ വളർത്തുന്നതിലും അവരുടെ ക്യാരക്ടർ ഫോർമേഷനും അവരുടെ സ്പിരിച്വൽ ലൈഫും എല്ലാം സൂസിയാണ് അതിൻ്റെ അകത്ത് കൂടുതൽ ഒരു മുൻകൈ എടുത്ത്. എനിക്ക് ഒരുപാട് സമയം കിട്ടത്തില്ല അതിലൊക്കെ. അങ്ങനെ ആ രീതിയിൽ പിന്നെ സഭാ സെക്രട്ടറി ആയിട്ട് 2 ടേം 6 വർഷം ഇരുന്നു. അതിൻ്റെ അവസാനമായപ്പോഴത്തേക്ക് വികാരി ജനറൽ സ്ഥാനം തന്നു. സീനിയർ വികാരി ജനറൽ ആയിട്ടാണ് ഞാൻ ഔദ്യോഗിക ലൈഫിൽ നിന്ന് വിരമിക്കുന്നത്. അത്രയും സഭയിൽ എല്ലാ രംഗത്തും പ്രവർത്തിക്കുവാനായിട്ടുള്ള ദൈവം അവസരം തന്നു. ആ അവസരങ്ങൾക്ക് പ്രയോജനമായിട്ട് ശുശ്രൂഷ ചെയ്തു. ഇപ്പോൾ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ അച്ഛൻ കാഴ്ചവെച്ചു. സഭയ്ക്കകത്തും പുറത്തും ഒരുപാട് നല്ല കാര്യങ്ങൾ. ഇപ്പോൾ വിശ്രമവേളയാണ്. ഈ വേളയിലും അച്ഛൻ പക്ഷേ പ്രവർത്തനങ്ങൾ വ്യാപൃതനാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ? 2003 ഞാൻ ആക്റ്റീവ് സർവീസ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ അന്ന് വരെ വളരെ സഭയുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം റിട്ടയർ ചെയ്തപ്പോൾ ഒരു ചെറിയ സെറ്റ് ബാക്ക്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുഷ്പഗിരിയിൽ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ട്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. അവരെന്നെ 1-2 പ്രാവശ്യം വന്ന് വിളിച്ചു. അപ്പോൾ ആദ്യം ഞാൻ റിഫ്യൂസ് ചെയ്തു. കാര്യം ഇത്രയും നാൾ സഭയുടെ, മാർത്തോമാ സഭയുടെ ഒരു പ്രവർത്തനത്തിൽ ഇരുന്നിട്ട് ഒരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ല. അവർ പിന്നെയും വന്ന് വിളിച്ചപ്പോഴും തന്നെ ഐസെറ്റ് വരാം, വന്ന് അതിൽ അസോസിയേറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ബന്ധപ്പെട്ടു. ഇപ്പോഴവിടെയാണ് എൻ്റെ സമയം കൂടുതൽ ചിലവഴിക്കുന്നത്. അത് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അവിടുത്തെ പുഷ്പഗിരിയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു സൊസൈറ്റിയാണ് ഇത് റൺ ചെയ്യുന്നത്. ഞാനൊരു മെമ്പറാണ്, ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ്. അവിടെ വരുന്നത് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ മെയിനായിട്ട്. ചികിത്സയെല്ലാം കഴിഞ്ഞിട്ട് ഇനി ചികിത്സ കൊണ്ട് പ്രയോജനമില്ല എന്നുള്ള സ്റ്റേജിൽ RCCയിൽ നിന്നും മറ്റ് ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്ത് വരുന്നവരാണ് ഒരുപാട് രോഗികൾ വരുന്നത്. അവരുടെ പിന്നീടുള്ള ജീവിത അവസാന കാലം എത്രയും സ്വാതന്ത്ര്യം നൽകി കംഫർട്ടബിളാക്കാൻ നോക്കുക, അതാണ് അതിൻ്റെ അകത്ത് ചെയ്യുന്ന പ്രവർത്തനം. മിക്കവാറും ആളുകൾ മരിച്ചു പോകും. ആ ഒരു നല്ല പ്രവർത്തനത്തിൽ ഞാൻ എൻ്റെ മിക്കവാറും സമയം അവിടെയാണ് ഇപ്പോൾ ചെലവഴിക്കുന്നത്. അതിലാണ്. അതിനുശേഷം ഇതാണ് എൻ്റെ മെയിൻ ഉള്ളത്. പിന്നെ 64 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് കമ്പ്യൂട്ടർ ഒന്ന് പഠിക്കാമെന്ന്. ഒരു കമ്പ്യൂട്ടർ വെച്ച് ചുമ്മാ അത് കുട്ടി പഠിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് ആ താല്പര്യം എപ്പോഴും വന്നിട്ട് ഒത്തിരി ആളുകളുടെ ഡേറ്റ എൻ്റെ കയ്യിലുണ്ട്. 14,000 പേരുടെ ജന്മദിനമോ വിവാഹവാർഷികമോ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വൈകിട്ടിരുന്നവർക്കെല്ലാം മെയിൽ അയക്കും. ഓരോ ദിവസവും അടുത്ത ദിവസം വരുന്നവർക്ക് മെയിൽ അയക്കും. ഒരു ദിവസം ഏതാണ്ട് 10-40 മെയിൽ അയക്കും. അതുപോലെ മെയിൽ എനിക്ക് കിട്ടും. അങ്ങനെ ഏകദേശം ഇത്രയും ആളുകളുമായിട്ട് ലോകമെങ്ങും എനിക്കിങ്ങനെ കോണ്ടാക്ട്. അതാണ് ഈവനിങ്സ് എൻ്റെ സന്തോഷകരമാണ്. പിന്നെ വല്ലതൊക്കെ വായിക്കും. ഇങ്ങനെയൊക്കെ രീതിയിലാണ് പോകുന്നത്. അതൊരു സമയം പോക്ക് എന്നുള്ള ഒരു രീതിയിലാണോ? അല്ല, കണക്ടിവിറ്റി, ഇത്രയും ആളുകളുമായിട്ട് ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞ സംഗതിയില്ല, വലിയൊരു കാര്യം തന്നെയാണ്. അതിന് മെസ്സേജ് അയക്കും, അവരിങ്ങോട്ട് മെസ്സേജ് തരും. പിന്നെ അവരുമായിട്ടൊക്കെ ഇൻറ്ററാക്ഷൻ ഉണ്ട്. അവരുടെ കുടുംബത്തിലെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യും. അങ്ങനെയുള്ള വർക്കാണ്. കൊച്ചമ്മയോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ഞാൻ അച്ഛനോടും കൂടെ ചോദിക്കുകയാണ്. കൊച്ചുമക്കളും മക്കളും അടുത്തില്ലാത്തതിൻ്റെ ഒരു ദുഃഖം ഉണ്ട്, പ്രയാസമുണ്ട്.
എന്നാലും അവരെയൊക്കെ ഇപ്പം നല്ല വളരെ ഗുണമെന്ന് പറഞ്ഞിരുന്നാൽ ഇപ്പം ടെലിഫോൺ വിളിച്ചാലും കിട്ടും. ഇപ്പോൾ ഒരു എന്താ ഒരു സ്കൈപ്പ് സൂത്രമുണ്ട്, അത് വെച്ചിരുന്ന അവരെ കണ്ടുകൊണ്ട് വർത്താനം പറയാം. അപ്പോൾ അതുകൊണ്ട് അവർ ദൂരെയാണെങ്കിലും ഇപ്പോൾ കുറച്ചുകൂടെ അടുപ്പാണ്. പണ്ടേ കാലത്ത് അന്നേ അങ്ങനെ വല്ലതും ബന്ധമുണ്ട്. എൻ്റെ അപ്പൻ്റെ കാലം ഓർത്താൽ ഞങ്ങൾ ആൻഡമാൻസിൽ കിടക്കുമ്പം ഒരു എഴുത്ത് പോലും കിട്ടുകയില്ല. പലപ്പോഴും ഒരു എഴുത്ത് കിട്ടിയാൽ വിവരം അറിയാനൊക്കെ ഉള്ളൂ. അതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ഇപ്പോഴും എൻ്റെ കൊച്ചുമക്കൾ അടുത്തുണ്ടെന്നുള്ളൊരു തോന്നൽ എപ്പോഴും തോന്നും നമുക്കുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ യാത്ര ചെയ്ത് ഇവിടെ വരെ ഞങ്ങൾക്ക് അവിടെ എത്താം. എന്നാലും എൻ്റെ അപ്പൻ്റെ കാലത്ത് എങ്ങനെ ആയിരുന്നു, ഞങ്ങളെക്കുറിച്ച് കൊച്ചുമക്കളെക്കുറിച്ച് ഒരു വളരെ ദൂരമല്ലായിരുന്നു. എന്ത് വ്യത്യാസം എന്നുകൊണ്ട് പോകണം. അതൊക്കെ നല്ല കാര്യമല്ലേ. നല്ല കാര്യം. അച്ഛനെയും കുടുംബത്തെയും അച്ഛൻ്റെ ശുശ്രൂഷയും ദൈവം വളരെയധികം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതേ രീതിയിലുള്ള ഏതെങ്കിലും അവർ അതിൻ്റെ കൂട്ടത്തിലേക്ക് വളർന്നു. പ്രതികൂലങ്ങളിൽ അവരും വളർന്നു. അവർ പഠിച്ചു, നല്ലപോലെ പഠിച്ചു. സൂസി അവരുടെ കാര്യങ്ങൾ വളരെ, ഞാൻ ഒത്തിരി ജോലിയിലോടി നടക്കുമ്പോഴും ഷീ ലുക്സ് ആഫ്റ്റർ ദ ഫാമിലി ആൻഡ് ചിൽഡ്രൻ. മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതേ രീതിയിലുള്ള ഏതെങ്കിലും അവർ അതിൻ്റെ കൂട്ടത്തിലേക്ക് വളർന്നു. പ്രതികൂലങ്ങളിൽ അവരും വളർന്നു. അവർ പഠിച്ചു, നല്ലപോലെ പഠിച്ചു. സൂസി അവരുടെ കാര്യങ്ങൾ വളരെ, ഞാൻ ഒത്തിരി ജോലിയിലോടി നടക്കുമ്പോഴും ഷീ ലുക്സ് ആഫ്റ്റർ ദ ഫാമിലി ആൻഡ് ചിൽഡ്രൻ. മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതേ രീതിയിലുള്ള ഏതെങ്കിലും അവർ അതിൻ്റെ കൂട്ടത്തിലേക്ക് വളർന്നു. പ്രതികൂലങ്ങളിൽ അവരും വളർന്നു. അവർ പഠിച്ചു, നല്ല